നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. AVP ഗ്രൂപ്പ് സ്ഥാപകന്റെ മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യരുടെ മകളും മുൻ മാനേജിംഗ് ഡയറക്ടർ PR കൃഷ്ണകുമാറിന്റെ സഹോദരിയുമായ കസ്തൂരി G കുട്ടിയെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കോയമ്പത്തൂർ നെഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിൽ കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ നേപ്പാൾ സ്വദേശിനിയായ വീട്ടുജോലിക്കാരിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഒരു ആസൂത്രിത കൊലപാതകത്തിന്റെ സ്വഭാവമായിരുന്നു മൃതദേഹം കണ്ടെത്തിയ സാഹചര്യമൊക്കെ നൽകിയിരുന്നത്. എന്താണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഈ വീട്ടുജോലിക്കാരിയായിരുന്ന നേപ്പാൾ സ്വദേശിനിയെ ബന്ധപ്പെടുത്തിയാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? രേണു, അന്വേഷണത്തിന് 6 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജോലിക്കാരിയുമായി ബന്ധപ്പെട്ടാണ് ഹോം നഴ്സിനെ നിർത്തിയിരുന്നു. നേപ്പാൾ സ്വദേശിയായിരുന്ന ഒരു ഹോം നഴ്സിനെ നിർത്തിയിരുന്നു. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കവർച്ചാ സംഘം ഉള്ളിൽ കയറിയതെന്ന് CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 12:15 കൂടി ഈ സംഘം ഫ്ളാറ്റിലെത്തുന്നതും ഇവര് വാതിൽ തുറന്നു കൊടുക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ സമീപ പ്രദേശത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ AVP സ്ഥാപകന്റെ മക്കളാണ് ഈ മരിച്ച കസ്തൂരി G കുട്ടി. അവരുടെ മകൻ വിദേശത്താണ്. അദ്ദേഹവും ഒന്നിച്ച് ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു. വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറത്തായിരുന്നത് കൊണ്ട് വിളിച്ചിട്ട് ഈ അമ്മ ഫോൺ എടുക്കാത്തിരുന്ന സാഹചര്യത്തിലാണ് അയൽവാസികളെ ബന്ധപ്പെട്ടത്. അങ്ങനെ അവർ ചെന്ന് പരിശോധിക്കുന്ന സമയത്താണ് ഫ്ളാറ്റിൽ ഈ അവസ്ഥയിൽ കൈകാലുകൾ കെട്ടി വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിൽ അവർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 83 വയസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നത്. വീട്ടിലെ കവർച്ചാശ്രമം തന്നെയാണ്. അതായത് വീട്ടിൽ നിന്ന് 2 പവന്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നുള്ള കാര്യം ഇനി മറ്റു നടപടിക്രമങ്ങൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട 6 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ ഇങ്ങനെ പോലീസിനെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടന്ന സാഹചര്യത്തിൽ തന്നെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വന്നത്. അതിൽ തുടർന്നാണ് നേപ്പാളി സ്വദേശിയായ ഈ ഹോം നഴ്സ് ആണ് ഇതിനുള്ള കവർച്ചയ്ക്കുള്ള സഹായം നൽകിയത്. തീർച്ചയായും ആ കാര്യങ്ങളിൽ സംശയിക്കേണ്ടതില്ല. കാരണം ആജ്ഞ, ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇവർ വാതിൽ തുറന്നു കൊടുക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, ഈ 4 അംഗ സംഘത്തിനൊപ്പം ഈ വീട്ടുജോലിക്കാരി മതിൽ ചാടി പുറത്തു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്നത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവർ നേപ്പാൾ സ്വദേശിനിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? ഇവർ നേപ്പാളിലേക്ക് കടക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്? രേണുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഫോൺ ഈ ഫ്ളാറ്റിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ മതിൽ ചാടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ, ഇവർ തന്നെ വാതിൽ തുറന്ന് ഈ കവർച്ചാ സംഘത്തിന് വാതിൽ തുറന്നു നൽകുന്ന ദൃശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് നേപ്പാളി സ്വദേശിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ 6 അംഗ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ടും ഇവർ പുറത്തു പോകാനുള്ള നടപടിക്രമങ്ങളുമായിരിക്കും. അതായത് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ ഇടങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കുക, ഇവരുടെ ഇമേജ് മറ്റുള്ള ആളുകളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് മെസ്സേജുകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പോലീസ് ആദ്യ ഘട്ടത്തിൽ കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വ്യക്തമായിട്ടുള്ള നേപ്പാളി സ്വദേശിയായ ഹോം നഴ്സിന് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യവും, ഇതൊരു പ്ലാൻഡ് മർഡർ ആയിരുന്നു എന്നുള്ള ഒരു സാഹചര്യം, കവർച്ചാ ശ്രമത്തിനിടെ, അതായത് കവർച്ചയായിരുന്നു ഇവർ തീരുമാനിച്ചത്, അതിനിടെ നടത്തിയ കൊലപാതകം എന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമിക ഘട്ടത്തിൽ പോലീസ്. എന്തായാലും കസ്തൂരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കോയമ്പത്തൂരിലേക്ക് അയച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെയാണ് ഈ സ്വർണ്ണമല്ലാതെ മറ്റെന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അതെന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി കമ്മീഷണറാണ് അന്വേഷണത്തിന് ചുമതല നൽകുന്നത്. ഈ അമ്മ ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മകൾ ഫോൺ വിളിച്ചതിനെ തുടർന്നാണ്, ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്നാണ് തീർച്ചയായും അപ്പോഴാണ് അയൽവാസികളെ അറിയിക്കുകയും ഈ രീതിയിൽ പരിശോധന നടക്കുകയും ചെയ്തത്. ആജ്ഞ, ഇതിൽ ഉയരുന്ന ഒരു സംശയം, നിരവധി കുടുംബങ്ങളുള്ള അപ്പാർട്ട്മെന്റാണ്, ഫ്ലാറ്റ് സമുച്ചയമാണ്. അവിടെ 24 മണിക്കൂറും സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്ന് ആണോ ആളുകൾ എത്തിയത്? 12-15 എന്നൊരു സമയമാണ്. അതൊരു അസ്വാഭാവികതയാണ്, ഇത്രയധികം പേർ ഒരു ആളില്ലാത്തൊരു ഫ്ലാറ്റിലേക്ക് എത്തുന്നത് എന്നതൊരു അസ്വാഭാവികതയുണ്ട് അതിൽ.
അതുകൊണ്ട് തന്നെ ഈ വേലക്കാരിക്ക് അവിടെയുള്ള മറ്റ് ജീവനക്കാരുടെ ആരുടെയെങ്കിലും ഒക്കെ സഹായം ലഭിച്ചിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുള്ളതായുള്ള സംശയം കൂടി ഉയരുന്നുണ്ടോ? നിലവിൽ വ്യക്തമാകുന്നത് ഇവരുടെ അറിവോട് കൂടിയിട്ടാണ്, അതായത് നേപ്പാളി സ്വദേശിയായ ഈ ഹോം നഴ്സിൻ്റെ അറിവോട് കൂടിയിട്ടാണ് ഇതിൽ മോഷണം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് പ്ലാൻ ചെയ്തിരുന്നു. ഒരു പക്ഷേ രേണു സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ ഈ ജീവനക്കാർക്ക് അറിയാവുന്ന ആളുകൾ തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ ഈ ഹോം നഴ്സിൻ്റെ അറിയാവുന്നതും അവർ തനിക്ക് ഇപ്പം നമ്മളൊരു ഫ്ലാറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവരെ അറിയാവുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ കടത്തിവിടാറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം. അതുമല്ലെങ്കിൽ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാരുടെ ഈ ഫ്ലാറ്റിലെ ജീവനക്കാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകത്തിനായിരിക്കണം എന്നൊരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ, ഈ ഫ്ലാറ്റിലെ തന്നെ മറ്റ് ജീവനക്കാർക്ക്, സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഉൾപ്പെടെ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇതിൽ നിന്നും ഈ ഹോം നഴ്സിന് വ്യക്തമായ പങ്കുണ്ട്. ഇത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ കവർച്ച നടത്തിയിട്ടുള്ളത്. പക്ഷേ അതിനിടയിൽ നടന്ന കൊലപാതകം, അതായത് കവർച്ചാ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പോലീസ് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിലെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യത അടയ്ക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ആയിരിക്കുമോ പ്രാഥമികമായ അന്വേഷണ സംഘം നടത്തുന്നത്? ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു പോയി എന്നത് ഒരു പക്ഷേ തങ്ങളെ ട്രേസ് ചെയ്യാതിരിക്കുക എന്ന ഒരു ജാഗ്രത ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായതായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർ എവിടെ എന്നത് കണ്ടെത്തുക ദുർഘടമാകുന്നൊരു സാഹചര്യമുണ്ടോ? രേണു, പോലീസ് പറയുന്നത് ഇവിടെ ഈ ഫ്ലാറ്റിൽ ഉള്ളവർക്കും അറിയാവുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫെമിലിയാരിറ്റി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അധികം ദൂരമില്ല എന്ന് വേണം മനസ്സിലാകുന്നത്. കാരണം ഇവരുടെ ഫേസ് വ്യക്തമാണ്, ഇവരെ അറിയാവുന്ന ഒരുപാട് ആളുകൾ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇമേജ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു പോയത് അത് ട്രേസ് ചെയ്ത് പിടിക്കാതിരിക്കാനായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള നിരവധി സാഹചര്യങ്ങൾ പോലീസിന് വളരെ വേഗം ഇവരെ കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഇവരെ കുരുക്കിലാക്കാനുള്ള വളരെ അധികം മറ്റു സാഹചര്യങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇവർ പുറത്തേക്ക് ഇന്ത്യ വിട്ടു പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ നേപ്പാളിലേക്ക് ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ടിൻ്റെ പാസ്പോർട്ടൊന്നും വേണ്ട എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് അത്തരം കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ ഇവർ കടന്നു പോകുമോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും കുറച്ചുകൂടി വേഗത്തിൽ തന്നെ ഇവരെ പിടികൂടാനുള്ള നീക്കങ്ങളിലേക്കും ശ്രമങ്ങളിലേക്കും ഒക്കെയാണ് പോലീസ്. ഈ കൊലപാതകി ആര്, അല്ലെങ്കിൽ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തതിൽ പ്രധാനപ്പെട്ട ആളാണ് ഈ ഹോം നഴ്സ് എന്നുള്ള ഒരു കാര്യത്തിൽ പോലീസിന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും കൂടുതൽ അന്വേഷണം മുന്നോട്ട് നീങ്ങുക. ശരി, എന്തായാലും കസ്തൂരി ജി കുട്ടിയുടെ കൊലപാതകത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. വീട്ട് ജോലിക്കാരിയായിരുന്ന നേപ്പാളി സ്വദേശിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.